അവളുടെ പേരക്കുഞ്ഞിൻ്റെ പരിപാടിക്ക് ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് അവളും അവളുടെ ഭർത്താവും കൂടിയാണെന്ന്. നമുക്കതിൽ യാതൊരു വിലയുമില്ലെന്ന്. അവർക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ വരുമെന്ന്. നമുക്ക് വേണമെങ്കിൽ പങ്കെടുത്താൽ മതിയെന്ന്. വരാന്തയിലെ ചാരുബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ദേഷ്യത്തോടെ പാർവതി പിറുപിറുത്തു. എന്നാൽ മഹി അത് കേട്ട ഭാവം നടിച്ചില്ല. അതെ, നിങ്ങളുടെ അനിയൻ്റെയും അനിയത്തിയുടെയും അടിമയാവാനൊന്നും എന്നെ കിട്ടില്ല. കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ആ ഉരുമ്പെട്ടവൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കില്ല. ഞാനാണോ വലുത് അവളാണോ വലുത് എന്ന് അറിയണമല്ലോ. പാർവതിയുടെ ശബ്ദമുയർന്നു. നല്ലൊരു ദിവസമാണ് വരുന്നത്. എന്തിനാ നീ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നടക്കുന്നത്? സഹികെട്ട് മഹി ചോദിച്ചു. ഞാൻ വഴക്കുണ്ടാക്കാൻ നടക്കുന്നെന്നോ? നിങ്ങൾ വല്ലതും ഓർക്കുന്നുണ്ടോ? കണ്ണൻ്റെ കാലം കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ മേലെടുത്ത് തറവാട്ടിൽ പിന്നെ ആരുണ്ട്? നാമാവശേഷമായി പോവില്ലേ? അതിനെക്കുറിച്ചൊന്നും ആർക്കും യാതൊരു ചിന്തയുമില്ല. പാർവതി ഭർത്താവിന് നേരെ ചീറി. നമ്മുടെ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ഈ തറവാടിനെ കുറിച്ച് ആലോചിക്കുന്നത്? പ്രേതങ്ങളായിട്ട് നമ്മൾ ഇവിടെ താമസിക്കാൻ പോകുന്നുണ്ടോ? പിന്നെ കണ്ണനും അവൻ്റെ ഭാര്യയും അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. വെറുതെ അവരുടെ ജീവിതത്തിൽ തലയിടണ്ട. ഇനിയും ഈ സ്വഭാവം തുടർന്നാൽ ശരിയാവില്ല പാർവതി, ഉള്ളത് പറഞ്ഞേക്കാം. മഹി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. സ്വന്തം മകൻ്റെ കുഞ്ഞിനെ താലോലിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. പാർവതിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവർ നേരിയതിൻ്റെ തുമ്പിൽ മൂക്ക് ചീറ്റി. ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അതിനുവേണ്ടി വാശി പിടിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ മകൻ്റെ ജാതകത്തിലെ ദോഷം എന്താണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ. ഒരാളെ ബലി കൊടുത്തുകൊണ്ട് നമ്മുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അങ്ങനെ ഒരാളെ ബലി കൊടുത്തുകൊണ്ട് നമ്മുടെ പാരമ്പര്യം നീട്ടിക്കൊണ്ടുപോയിട്ട് എന്താണ് ഗുണം? സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ഒരാൾക്കെങ്കിലും ഒരു നിമിഷം ജീവിക്കാനാകുമോ? അതൊക്കെ ആലോചിച്ചു നോക്കിയേ. മഹി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പാർവതി പെട്ടെന്ന് തന്നെ നിശബ്ദയായി. അവർ തലകുമ്പിട്ട് ആലോചനയിലാണ്ടു. എടോ, ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല. എനിക്കറിയാം തൻ്റെ മനസ്സിൽ എന്താണെന്ന്. പക്ഷേ നമ്മൾ കൂട്ടിയാൽ കൂടാത്ത കാര്യമാണ്. അതിങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ച് എല്ലാവരോടും ദേഷ്യവും വെറുപ്പും വെച്ചുകൊണ്ട് എന്താ കാര്യം? 2 ദിവസം കഴിയുമ്പോൾ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയുടെ നൂലുകെട്ടാണ്. കണ്ണൻ മാത്രമല്ല, ചിന്നുവും നമ്മുടെ കുഞ്ഞല്ലേ. അങ്ങനെ നോക്കുമ്പോൾ അതും നമ്മുടെ പേരക്കുട്ടിയല്ലേ പാർവതി? സ്വന്തം അമ്മയേക്കാൾ അവൾ സ്നേഹിക്കുന്നത് നിന്നെയല്ലേ? അറിവ് വെച്ച കാലം മുതലേ വല്യമ്മ എന്ന് വിളിച്ച് നിന്റെ സാരിത്തുമ്പിലല്ലായിരുന്നോ അവള്? അതുകൊണ്ട് ഈ വാശിയും ദേഷ്യവുമെല്ലാം കളഞ്ഞ് കുഞ്ഞിൻ്റെ പരിപാടിക്ക് മുൻപന്തിയിലുണ്ടാകണം. കണ്ണനും തീർത്തിയും വരുമ്പോൾ അവരോട് യാതൊരുവിധ അനിഷ്ടവും കാണിക്കരുത്. അവരും നമ്മുടെ കുട്ടികളല്ലേ. നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മുടെ മറ്റുള്ള ബന്ധുക്കളും അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ വീട്ടിൽ വെച്ച് അവർക്കൊരു മോശം തോന്നരുത്. പാർവതിയുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് മഹി പറഞ്ഞു. തലകുനിച്ചിരിക്കുന്ന പാർവതിയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഇറ്റ് തറയിലേക്ക് വീണു. അകലെ ചെളി നിറഞ്ഞ പാടങ്ങളിൽ മഴയുടെ നനവ് ഏറ്റുവാങ്ങിക്കൊണ്ട് വയലേലകൾ പച്ചപ്പട്ട് വിരിച്ചു കിടക്കുന്നു. തെളിഞ്ഞ ആകാശത്ത് സൂര്യൻ സ്വർണ്ണമുരുകി തലയുയർത്തി നിൽക്കുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം മേലേടത്തേക്കുള്ള യാത്ര ആസ്വദിക്കുകയാണ് തീർത്തിയും ശിവവും. മാധവ് അപ്പോഴും തിരക്കിലാണ്. കാറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്തിലൂടെ അവൻ ആരോടോ ഓഫീസിലെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്നും അവർ മേലേടത്തെ വീട് കണ്ടു. ചെറിയൊരു ഉൾഭയത്തോടെ ശിവു തീർത്തയെ നോക്കി. തീർത്തയ്ക്കും പേടിയുണ്ട്. എങ്കിലും മാധവിൻ്റെ ധൈര്യത്തിൽ അവൾ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചു. കാർ പടിപ്പുരയുടെ അടുത്തെത്തി. കാറ് പുറത്ത് പാർക്ക് ചെയ്തുകൊണ്ട് പടിപ്പുര വഴിയാണ് അവർ അകത്തേക്ക് കയറിയത്. 4 വർഷങ്ങൾക്ക് ശേഷം ചിരൽ പാകിയ ആ മുറ്റത്ത് കാൽവെച്ചപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഒരു സിനിമ പോലെ തീർത്തിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു. പിന്നെ ശിവുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാധവിന് പിറകെ വീട് ലക്ഷ്യമാക്കി നടന്നു. പടിപ്പുര മുതൽ അലങ്കരിച്ചിരിക്കുന്നു. ആളുകൾ വന്ന് തുടങ്ങിയിരിക്കുന്നു. വീടിൻ്റെ അകത്ത് നിറയെ ചിരിയും സംസാരവും കേൾക്കാം. തീർത്തിയുടെ ഹൃദയം ഒരു പടി കൂടെ മേലെ മിടിക്കാൻ തുടങ്ങി. എന്നാൽ മാധവിന് യാതൊരുവിധ കൂസലുമില്ല. മാധവിനെ കണ്ട ചില ബന്ധുക്കൾ വിശേഷങ്ങൾ തിരക്കാനായി അവൻ്റെ അരികിലേക്ക് വന്നു. പുഞ്ചിരിച്ച മുഖത്തോടെ അവൻ അവരോടെല്ലാവരോടും വിശേഷങ്ങൾ പങ്കുവെച്ചു.
അകന്ന ബന്ധുക്കൾക്ക് തീർത്ഥയെയും ശിവുവിനെയും പരിചയപ്പെടുത്തി കൊടുക്കാനും അവൻ മറന്നില്ല. ബന്ധുക്കളിൽ ആരോ പറഞ്ഞ് മാധവും തീർത്ഥയും വന്നത് പാർവതി അറിഞ്ഞു. മാധവിൻ്റെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ വാത്സല്യമാണെങ്കിൽ തീർത്ഥയെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു വെറുപ്പാണ് തോന്നുന്നത്. എങ്കിലും മഹി പറഞ്ഞ കാര്യങ്ങൾ അവർ മനസ്സിലോർത്തു. മാധവ് ബന്ധുക്കളുടെയെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ തീർത്ഥയും ശിവവും ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നു. ഇടയ്ക്കെപ്പോഴോ ജാനകി വന്ന് ഇരുവരെയും കണ്ട് സംസാരിച്ചു. എന്നാൽ നല്ല തിരക്കായതുകൊണ്ട് അധിക നേരം അവർക്ക് സംസാരിച്ചു നിൽക്കാനായില്ല. ചിന്നുവും അവരെ കണ്ട് പേരിനൊന്ന് ചിരിച്ചു. എന്താ അവിടെ നിൽക്കുന്നത്, അകത്തേക്ക് വായൂ, അവരെ കണ്ട് മഹി പറഞ്ഞു. അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് അവൾ ചെയ്തത്. കണ്ണാ, അവരെയും കൂട്ടി അകത്തേക്ക് വാ, ഇങ്ങനെ അന്യരെ പോലെ മാറി നിൽക്കല്ലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, കണ്ണനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ്റെ ചെവിയിൽ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്നോളാച്ചാ, ഇനി അകത്തേക്ക് എങ്ങാനും കയറി പാർവതി തമ്പുരാട്ടിക്ക് അനിഷ്ടം തോന്നിയാൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും അനിയത്തിയും നാണം കെടില്ലേ, തെല്ല് പരിഹാസത്തോടെ അവൻ പറഞ്ഞു. കണ്ണാ, എത്രയൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അത് നിന്റെ അമ്മയാണ്, അത് മറക്കരുത്. അയാൾ ശാസനയോടെ അവനെ നോക്കി. ഞാനൊന്നും മറന്നിട്ടില്ല അച്ഛാ, ഒന്നും, അവൻ ഒന്നിരുത്തി പറഞ്ഞു. കഴിഞ്ഞതൊക്കെ വിട്ട് കളയടാ, വെറുതെ എന്തിനാ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിന്റെ വീടാണ്, ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഇവരെയും കൂട്ടി അകത്തേക്ക് ചെല്ല്. അവൻ്റെ തോളിൽ തട്ടി അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തിരക്കിട്ട് പുറത്തേക്ക് നടന്നു. മാധവ് തിരിഞ്ഞ് തീർത്ഥയെ നോക്കി. അവളുടെ മുഖം മ്ലാനമായിരുന്നു. എന്തേ, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഒന്നുമില്ല, അവൾ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയി. അപ്പോഴാണ് പാർവതി അകത്തു നിന്നും ഇറങ്ങി വന്നത്. ഒന്നും അറിയാത്ത മട്ടിലാണ് വരവെങ്കിലും മാധവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓടി വന്നതാണവർ. അവസാനമായി പാർവതി മാധവിനെ കണ്ടത് ചിന്നു പ്രസവിച്ച അന്ന് കുഞ്ഞിനെ കാണാൻ വന്നപ്പോഴാണ്. അന്ന് ഒരു നോക്കേ കണ്ടുള്ളൂ. മുറ്റത്ത് നിൽക്കുന്ന മാധവിനെ കണ്ടതും അവരുടെ ഹൃദയമൊന്ന് തുടിച്ചു. വാക്കുകൾക്ക് അതീതമായി ചില നിമിഷങ്ങളുണ്ട്. കാലം മറയ്ക്കാത്ത സ്നേഹത്തിൻ്റെ, വാക്കുകൾക്കപ്പുറമുള്ള വാത്സല്യത്തിൻ്റെ നിമിഷങ്ങൾ. പാർവതിയുടെ മനസ്സിൽ വാത്സല്യം നിറഞ്ഞൊഴുകി. എന്നാൽ അത്രയും സ്നേഹിക്കുന്ന മകനോട് ഒരു വാക്ക് പോലും പറയാതെ മുഖം കനപ്പിച്ചുകൊണ്ട് അവർ അവനെയും കടന്നും മുറ്റത്തേക്കിറങ്ങി. അമ്മ അരികിലൂടെ കടന്നു പോയപ്പോഴാണ് മാധവ് കണ്ടത്. തീർത്ഥയും കണ്ടു. അവൾ അരികിൽ നിൽക്കുന്ന മാധവനെ നോക്കി. അവൻ മെല്ലെ കണ്ണ് ചിമ്മി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും നൂലുകെട്ടിനുള്ള സമയമായിരുന്നു. ചിന്നു കുഞ്ഞിനെയും കൊണ്ട് ഹാളിൽ അലങ്കരിച്ചിരിക്കുന്ന പീഠത്തിൽ വന്നിരുന്നു. തീർത്ഥ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനായി എത്തി നോക്കി.